നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വലിയ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടെ ഒരു കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരുന്നു. സിസേറിയൻ ചെയ്ത് പുറത്തെടുത്ത ഉടനെ തന്നെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. ചികിത്സാ പിഴവിനെ തുടർന്നാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം. ഇപ്പോൾ കോൺഗ്രസും ബിജെപിയും SDPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ ഇവിടെ എത്തി പ്രതിഷേധം നടത്തുന്നത്. പാലോട് സ്വദേശിനിയായ നിരഞ്ജനയുടെ കുഞ്ഞാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ മരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവർക്ക് ശരിക്കും ഇവരുടെ പ്രസവത്തിനായിട്ടുള്ള ഡേറ്റ് നൽകിയിരുന്നത് മാർച്ച് മാസത്തിലാണ്. പക്ഷേ ഇന്നലെ ചെക്കപ്പിനായിട്ട് ആശുപത്രിയിലെത്തിയ സമയത്ത് ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ പ്രസവം നടത്തണമെന്നുള്ള കാര്യം അധികൃതർ അറിയിക്കുകയായിരുന്നു, ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. രാവിലെ 4 മണിയോടുകൂടി തന്നെ മരുന്ന് നൽകി ലേബർ റൂമിലേക്ക് മാറ്റി. 12 മണിയോടുകൂടി തന്നെ പ്രസവം നടന്നില്ല എന്നുണ്ടെങ്കിൽ 12 മണിക്ക് സിസേറിയൻ ചെയ്യും എന്നുള്ള കാര്യമാണ് കുടുംബത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ 12 മണിക്കും പ്രസവം നടന്നില്ല. പക്ഷേ സിസേറിയന് കൊണ്ടുപോകാൻ വളരെ വൈകി എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. ഏതാണ്ട് 2 മണിക്ക് ശേഷമാണ് സിസേറിയൻ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയത്. പക്ഷേ സിസേറിയൻ ചെയ്ത ഉടൻ തന്നെ കുഞ്ഞ് മരിച്ചു പോകുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ തന്നെയും പറഞ്ഞത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കൃത്യസമയത്ത് സിസേറിയൻ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു കാര്യവും കുടുംബം എന്തായാലും ആരോപിക്കുന്നുണ്ട്. ബിന്ദു സുന്ദർ എന്ന ജില്ലാ ആശുപത്രിയിലെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഇതിനു മുൻപും ഇവരുടെ പേരിൽ നിരവധി ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിന് മുൻപ് തന്നെ സമാനമായ രീതിയിൽ ഇവിടെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞു പോകുകയും അങ്ങനെ മൂത്രനാളിയിലൂടെ ഇത്തരത്തിൽ മലമൂത്ര വിസർജ്യം ഉണ്ടാകുന്ന പുറത്തേക്ക് വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ കുടുംബത്തോടു കൂടി ഒന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. എന്താണ് അമ്മ സംഭവിച്ചത്? ഞങ്ങൾ ഇന്നലെ പ്രസവത്തിന് കൂടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ഇന്ന് 11 മണിക്കാവുമ്പോൾ പ്രസവം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നോട് പറഞ്ഞ് അവർ 12 മണിയാവുമ്പോൾ പ്രസവിച്ചില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് എന്നിട്ട് സിസേറിയൻ പോകാനായിട്ട് 2:20 ആയപ്പോഴും ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ചെന്ന് വെപ്രാളപ്പെട്ട് അവരെ സിസേറിയൻ ചെയ്യപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് കുറച്ച് സകലം കഴിഞ്ഞാൽ പറഞ്ഞ് കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് ഇതാണ് സംഭവം നടന്നത്. കൃത്യമായ സമയത്ത് സിസേറിയൻ ചെയ്തിരുന്ന ഒരുപക്ഷെ കുഞ്ഞ് ജീവനോടെ ഇരിക്കുമായിരുന്നു. 11 മണിക്ക് ശേഷം 12 മണിക്കകം സിസേറിയൻ ചെയ്തെങ്കിൽ കുഞ്ഞ് മരിക്കൂല. 2:20 അവരുണ്ട്. 12 മണി ആ സമയത്ത് 1 മണിക്ക് കൊണ്ടുപോയാലും മതിയായിരുന്നു, കൊച്ചു മരിക്കൂല. ഡോക്ടറിന്റെ പിഴവാണോ? 1:30 മണിയൊക്കെ ആയപ്പോഴും കൊച്ചു വയറ്റിൽ നല്ല അനക്കം ഉണ്ടെന്ന് അവള് ഞങ്ങളോട് പറഞ്ഞു. ഡോക്ടറിന്റെ പിഴവാണോ ഇത്തരത്തിൽ? അങ്ങനെയാണോ പറയുന്നത്? ഡോക്ടറിന്റെ പിഴവാണോ ഇത്തരത്തിലൊരു മരണം? സത്യമാണ്. ഡോക്ടർ സമയത്തിന് ചെയ്യാത്തത് കൊണ്ട് സിസേറിയൻ ചെയ്ത് കൊച്ചിനെ എടുക്കാത്ത കൊണ്ട് മരണമാണിത്. ഏത് ഡോക്ടറാണ് പരിശോധിച്ചത്? അവർ രഹസ്യമായിട്ട് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസിന്റെ അകമ്പടിയോട് കൂടി അവർ രക്ഷപ്പെട്ടു. ഏത് ഡോക്ടറാണ്? ജനങ്ങളെല്ലാം കൂടെ അവരെ തിരിഞ്ഞ് പിടിച്ചുകൂടെ കൊണ്ടുവന്ന് ഇത്രയും മേലൊക്കെ ആയിക്ക്. ഏത് ഡോക്ടറാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് അവരെ പേരെന്തര്? ബിന്ദു സുന്ദർ. ഇവർ സാധുക്കളായതുകൊണ്ടും ആദിവാസി ഭാവം ആയതുകൊണ്ടാണ് ഇവർ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ നോക്കുന്നത്. വേറെ ആളായിരുന്നു എപ്പോഴും വലിയ ആക്രമണം നടന്നതിനാ. ഞാൻ ആ വാർഡ് മെമ്പറാണ്. അപ്പൊ ഈ പാവങ്ങൾക്ക് പാലോട് ഹോസ്പിറ്റലിലൊക്കെ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ കഴിയില്ലെങ്കിൽ 12 മണിക്ക് പറയാമായിരുന്നു. ഇവിടെ കഴിയില്ല SIT ഇവിടെ ആ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ ഒരു കുഞ്ഞാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഡോക്ടറെ പിഴവുണ്ട്. അതുകൊണ്ട് മാതൃകരമായ ശിക്ഷ വേണം. ഇനി ഒരു കുട്ടിക്ക് ഇതോടെ ഉണ്ടാവാൻ പാടില്ല. ഈ ഡോക്ടറിനെതിരെ കൃത്യമായ ഒരു നടപടി വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അവർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവരെ ജോലിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് എന്തായാലും കോൺഗ്രസ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയുടെ കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടവർ കൂടുതൽ കേസിലേക്കൊന്നും പോകില്ല എന്ന ഒരു ധാരണ ഇവിടുത്തെ ഡോക്ടർമാർക്കടക്കം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ബിന്ദു സുന്ദർ എന്ന ഡോക്ടർ ഇവിടെ നിന്ന് ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എല്ലാവരും ആരോപിക്കുന്നത്. എന്തായാലും കൃത്യമായ നടപടി, മാതൃകാപരമായ നടപടി ഇവർക്കെതിരെ വേണമെന്നുള്ള കാര്യം തന്നെയാണ് ഈ ആളുകളൊക്കെ തന്നെയും പാർട്ടിക്കാരും അതുപോലെ തന്നെ മറ്റ് പ്രതിഷേധക്കാരും കുടുംബവും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരോ ഈ ഓപ്പറേഷൻ ചെയ്ത ബിന്ദു സുന്ദർ എന്ന ഡോക്ടറോ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.